ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള ടൈലറിംഗ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ കീഴിലുള്ള മെമ്പർഷിപ്പുള്ള ആളുകളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, വെബ്സൈറ്റിൽ വന്ന ശേഷം ഇവിടെയായിട്ട് അപ്ലൈ ഫോർ ബെനിഫിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സ്കീം ഉണ്ടാവും, പെൻഷൻ ഉണ്ടാവും. അതിൽ സ്കീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ സ്കീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിരവധി സ്കീമുകൾ നമുക്ക് ഇവിടെ കാണിക്കും. ഇതിനകത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് നൽകുന്നതിനുള്ള അപേക്ഷ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നൽകുക. അംഗത്വ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഒരു ഫോം ഇവിടെ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വകുപ്പ് മേധാവിയുടെ സർട്ടിഫിക്കറ്റ്, മാപ്പപേക്ഷ, 1&7 സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ മാൻഡേറ്ററി ഡോക്യുമെന്റ് എന്നുള്ളത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആണ്, വകുപ്പ് മേധാവിയുടെ സർട്ടിഫിക്കറ്റും ആണ് നമുക്ക് ഇതിനകത്ത് മാൻഡേറ്ററി ഡോക്യുമെന്റ് ആയിട്ടുള്ളത്. മാപ്പപേക്ഷ, 1&7 സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ അപേക്ഷകൻ ആ ഒരു ഗണത്തിൽ പെടുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് ആവശ്യം ഉള്ളത്. അപ്പൊ അപേക്ഷ കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ജില്ല സെലക്ട് ചെയ്ത്, അതുപോലെ തന്നെ താലൂക്കൊക്കെ സെലക്ട് ചെയ്ത്, വില്ലേജ് കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേര് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാവും. ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ മാൻഡേറ്ററി കാണുന്ന സാധനങ്ങളൊക്കെ എല്ലാം തന്നെ ഇവിടെ റെഡ് മാർക്കിൽ കൊടുത്തിട്ടുണ്ട്, റെഡ് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അവ കൃത്യമായിട്ട് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബാങ്ക് പേര് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തത്, ഏത് അക്കൗണ്ടിലേക്കാണ് പണം ക്രെഡിറ്റ് ആവേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് മാറ്റമുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് കോഴ്സിനാണ് നിലവിൽ പാസ്സായിട്ടുള്ള പഠിക്കുന്നത് കാര്യങ്ങൾ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മളിവിടെ അപ്ലൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ആ ഒരു നമ്പർ നമ്മൾ കസ്റ്റമർക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത്.